ഇന്ന് ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ പരാതികളാണ് കേട്ടോ. എല്ലാം എന്നോട് പറയുന്നുണ്ട്. അതാ ഇന്ന് സാലമ്മയുടെ പുതിയ ചെയ്തായിരുന്നു ഇട്ടാപ്പൊട്ടി. അതാണെങ്കിൽ വെള്ളത്തിലിട്ടാൽ പൊട്ടും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും കൊതുകായുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പുകയ്ക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ബീഫ് കുറേ അധികം പള്ളിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് എങ്ങനെ തീർക്കുന്നുള്ള പരിപാടിയാണ് നമുക്കിപ്പോൾ ഇത്തിരി പരിപാടിയായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ എന്തായാലും ഇന്ന് കുറച്ച് ബീഫ് കറിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. കാരണം ഫ്രിഡ്ജിൽ ഇതൊക്കെ വയ്ക്കാൻ സ്ഥലം വേണ്ടേന്ന്. അങ്ങനെ എന്തായാലും ആദ്യം വിചാരിച്ചു ബീഫ് കറി അങ്ങ് സെറ്റാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ബീഫ് ഫ്രൈ ആകുമ്പോൾ കുറച്ചധികം ടൈം എടുക്കും. വിശന്ന് ആർക്കെങ്കിലുമൊക്കെ വല്ലതും കഴിക്കണ്ടേ, അത് തന്നെ. അങ്ങനെ എന്തായാലും നമ്മുടെ ബീഫ് കറി ഇവിടെ സെറ്റാവുന്നത്. ആ സൗണ്ട് ശ്രദ്ധിച്ച് നോക്കി, എന്തായാലും അതിൽ വെള്ളം വരുന്നു. അങ്ങനെ എന്തായാലും അതിൻ്റെ ഇടയിൽ കൂടെ കഴിട്ട് വരും. ഞാൻ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട്. പിന്നല്ലാതെ നമ്മുടെ മനസ്സിനൊരു സമാധാനം വേണ്ടേ. അങ്ങനെ ഇടവേളയൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഒരു സിപ്പൊക്കെ കഴിച്ചിട്ട് നോക്കുമ്പോൾ അതാ സാലമ്മ അടുക്കളയിൽ വന്നിരുന്ന് പഠിക്കുന്നു. മണമടിച്ചെത്തിയതെന്ന് അറിയില്ല. എന്തായാലും അവളവിടെ ഇരിപ്പുണ്ട്. പിന്നെ അടുത്ത ബീഫ് ഫ്രൈയുടെ പരിപാടി നമ്മളങ്ങ് തുടങ്ങി. കാരണം ഇത് വേഗം തീർക്കണം. ഇപ്പം തന്നെ മണി 9:30 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആഗ്രഹം നമ്മൾ അങ്ങനെ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ പിറകെ അങ്ങ് കൂടിയെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതിനായിട്ട് കുറച്ച് സവാളയൊക്കെ ചേർത്ത് പിടിച്ച് പിന്നെ കുറച്ചധികമായിട്ട് തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുന്നുണ്ട്. കാരണം കഴിക്കുമ്പോഴത്തേക്ക് സെറ്റ് ആയിക്കോട്ടെന്ന്. അപ്പോൾ അതാ നമ്മുടെ മക്കളതാ ഇവിടെ കളിയോട് കളിയാണ് കേട്ടോ. ഇത് മറ്റേ റേസറാണ്. അത് വെച്ചെടുത്തോ ലേസർ വെച്ച് അങ്ങോട്ടൊക്കെ അടിക്കുന്നുണ്ട്. ആരെങ്കിലും അടിക്കാൻ വരുമെന്ന് ഇനി കണ്ട് തന്നെ അറിയണം. അതൊക്കെ നോക്കി കുറച്ച് നേരം നിന്നിട്ട് വീണ്ടും നമ്മൾ മാറി മാറി ഇളക്കടോടെ ഇളക്കൽ തന്നെ. ആദ്യം ഒരാൾ ഇളക്കും, അയാൾ തളരുമ്പോൾ അടുത്ത ആൾ കയറും. അങ്ങനെ മാറി മാറി നമ്മുടെ പരിപാടി നടക്കുന്നത്. ഇടയ്ക്കൂടെ കൈട്ടൊക്കെ വരുന്നുണ്ട്. കാരണം നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റണ്ടേടേ. അങ്ങനെ എന്തായാലും നമ്മുടെ പരിപാടി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ വരട്ടി ഊപ്പാട് വന്നാലേ സാധനം റെഡിയാവും. എന്തായാലും വേറൊന്നും ഉണ്ടാക്കാനുള്ള മനസ്സിലാത്തതുകൊണ്ട് കുറച്ച് ചപ്പാത്തിയാണ്.